സിറുകമറാട്ട ഒരുപാട് ആരാധകരുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്. ഒരുപക്ഷെ മോദിയെക്കാളുമോ അല്ലെങ്കിൽ മോദിക്കോളമോ ആരാധകർ യോഗി ആദിത്യനാഥിന് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ച സജീവമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളത്. അത് മോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് ആകുമെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അവിടെ ഒരു പോരായ്മയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ആദിത്യനാഥ് ഒരു RSSകാരനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യത ഇല്ല എന്നും പലരും പറയുന്നുണ്ട്. എന്താണ് ചേട്ടൻ ഇതിൽ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു അത്തരം ഈ അടുത്ത പ്രധാനമന്ത്രി എന്ന ഒരു ആലോചന ഗൗരവമായി തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നു എന്നാണ്. ഈ RSSനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ അതെ RSSന്റെ 100-ാം വർഷമാണ്, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇവർ നരേന്ദ്രമോദിക്കും 75 വയസ്സ് തികയുകയാണ്, മോഹൻ ഭഗവതിനും 75 വയസ്സ് തികയുകയാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല. RSSൻ്റെ സർസംഘചാലക് എന്ന് പറയുന്ന ആൾ മരണത്തോടുകൂടി അല്ലെങ്കിൽ അനാരോഗ്യവാനായി സ്വയം ഒഴിയുക ഒരു അവസരത്തിലേ ഉള്ളൂ. എങ്കിലും ഈ പ്രായാധിക്യം എന്നത് മൊത്തത്തിലൊരു കാര്യമായി പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വം 75-ാം വയസ്സിൽ മാറുന്നതിനെപ്പറ്റി അവരൊരു അനൗപചാരികമായിട്ടാണെങ്കിലും അങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കാരണം കൊണ്ട് തന്നെ പലരും മാറി നിൽക്കുന്നുമുണ്ടല്ലോ. ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 75 വയസ്സ് കഴിയുമ്പോൾ മോഡി പ്രധാന സ്ഥാനം ഒഴിയണം എന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആലോചന സ്വാഭാവികമായിട്ടും അത് നേരത്തെ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന കാര്യമായതുകൊണ്ടും BJP വൃത്തങ്ങളിൽ പറയുന്നത് കൊണ്ടുമൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 75 വയസ്സ് എന്നത് ഒരു പ്രശ്നമായി ആരും ഉന്നയിക്കത്തില്ല. എങ്കിൽ പോലും ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിപ്പം അങ്ങനെ ഉണ്ടാകുമല്ലോ. കാരണം ഈ അപ്രതിരോധനായ അല്ലെങ്കിൽ അസാധാരണമായ നേതൃത്വപാഠവും പ്രകടിപ്പിക്കുന്ന സർവശക്തനെന്ന് തോന്നിപ്പിക്കുന്ന നേതാക്കന്മാർക്ക് ശേഷം ആര് എന്നുള്ള ഒരു ചിന്ത നേരത്തെ തന്നെ ഉണ്ടായിക്കൂടുന്നല്ലോ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നെഹ്റുവിന് ശേഷം ആര് എന്നുള്ള ചർച്ച വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. നെഹ്റു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനം തൊട്ട് വഹിച്ചിരുന്ന ആളാണെങ്കിലും 52-ലും 57-ലും 62-ലും നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേതൃത്വം നൽകി. അപ്പോഴെല്ലാം അദ്ദേഹം പ്രധാനമന്ത്രി ആയെങ്കിൽ നെഹ്റുവിന് ശേഷം ആര് എന്ന ഒരു ചോദ്യം വളരെ ഗൗരവമായിട്ട് നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പല ഈ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പല പത്രപ്രവർത്തകരും ഗവേഷകരും ഒക്കെ ഈ ഒരു വിഷയത്തെപ്പറ്റി ഒരുപാട് അവരൊരു പാനൽ തന്നെ ഉണ്ടാക്കിയിരുന്നു, ആരായിരിക്കും തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 3-ാം വട്ടം അധികാരത്തിലേറി അജയ്യനായിട്ട് മോദി ഇപ്പം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം മോദിക്ക് ശേഷം ആര് എന്നുള്ള ചർച്ച സജീവമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ യോഗി ആദിത്യനാഥിന്റെ പേര് വരുന്നത്. അദ്ദേഹം ശരിക്കും യോഗ്യനല്ലേ അടുത്ത പ്രധാനമന്ത്രിയാകാൻ? BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ ഘടകങ്ങളുണ്ട്. കാരണം ഒരു കാര്യത്തിൽ BJP ശ്രദ്ധിച്ചിട്ടുണ്ട്, നേതാവ് എപ്പോഴും നേതാവ് തന്നെയാണ്. പക്ഷേ തൊട്ടടുത്ത ഒരു നിരയുണ്ടാകാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 1-ാം നിര, 2-ാം നിര, 3-ാം നിര, ഇങ്ങനെ നേതൃത്വത്തിന് എഫിഷ്യൻ്റായ ഒരു സംഘം ആളുകളെ വളർത്തിയെടുക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കരുതി വെക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കൂട്ട് അല്ല BJPയുടെ ഒരു പ്രവർത്തനശീലം നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടെയുണ്ട്. പക്ഷെ പലരുമുണ്ട്, ഒന്നിലേറെ ആൾക്കാരുണ്ട് ഈ മോഡിക്ക് ശേഷം എന്ന പരിഗണന അർഹിക്കുന്ന ഒന്നിലേറെ ആൾക്കാർ BJPയിൽ തന്നെ ഉണ്ടല്ലോ, നമുക്കറിയാം. ഈ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UPയിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ 2017 മുതൽ UPയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്താ പറയുക, വളരെ 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 പിന്നെ എന്താ പറയുന്നത്, ഈ മോഡിക്ക് കേന്ദ്രതലത്തിലുള്ളത് പോലെ തന്നെ UP മാത്രം എടുത്തു കഴിഞ്ഞാൽ യോഗിയാണ് അവിടെ അവസാന വാക്ക്. അവിടെ ഈ BJP നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനുള്ള അങ്ങനെയൊക്കെയുള്ള യോഗിയാണ്. UP രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം UP രാഷ്ട്രീയത്തിൽ ഈ അദ്ദേഹം സജീവമായ കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് ചില അവസരങ്ങളിലൊക്കെ എങ്കിലും കേന്ദ്ര നേതൃത്വവുമായിട്ട് ചില ഉരസലുകൾ ഉണ്ടായതായി പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. നമുക്ക് എത്രത്തോളം കൃത്യമാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും മോദിക്ക് ശേഷം യോഗി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെ. അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഹിന്ദുത്വ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ വളം ചെയ്യുന്ന ഒരാളാണ് യോഗി. ഗോസംരക്ഷകനാണ്. അതോടൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ ബുൾഡോസർ വെച്ചിട്ട് തകർക്കുന്ന അതിന് കരുത്തുള്ള ഒരാളാണ് മോഡി. അതുപോലെ തന്നെ മതപരിവർത്തനത്തെ കൃത്യമായിട്ട് എതിർക്കുന്ന ആളാണ് യോഗി. ഇതൊക്കെ അദ്ദേഹം 2017 ശേഷം UPയിൽ നമുക്ക്
കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതെല്ലാം അദ്ദേഹം തന്റെ ഇടമുള്ള ഒരുപാട് നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒരു മുഖമാണ്. ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ മുഖമായിട്ട് പലരും എടുത്ത് പറയുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഒരു വലിയ പ്രശ്നമുള്ളത് അദ്ദേഹം RSSകാരനല്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. RSSകാരനല്ലാത്ത ശ്യാമപ്രസാദ് മുഖർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഗോൾവാൾക്കറിന് RSS അല്ലാത്ത ഒരു മുഖം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, നേരത്തെ ഭാരതീയ ജനസംഘമായിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി അല്ല, നേരത്തെ ഭാരതീയ ജനസംഘമായിരുന്നു. എങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഭാരതീയ ജനസംഘത്തിന്റെ തുടർച്ച തന്നെയാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ സജീവ RSSകാരനല്ലാത്ത, അല്ല RSSന്റെ ധാരയിൽ നിന്ന്, അത് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും വിട്ടുനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പിന്നെ തോന്നൽ ഉണ്ട്. BJP നേതൃത്വം അത്തരമൊരാളെ അല്ലെ ആക്കുന്നതിന് RSSന്റെ സമ്മതം, എന്തായാലും RSSന്റെ നാഗപ്പൂരിൽ നിന്നുള്ള ഒരു സമ്മതം ആവശ്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല നേതൃത്വത്തിലേക്ക് എത്തുന്നതിന്. അപ്പോൾ അത് യോഗി ആദിത്യനാഥ് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അതിനെ ആശ്രയിച്ചിരിക്കും. യോഗി ആദിത്യനാഥ് എന്തായാലും സ്ഥാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. എന്തായാലും ചില വളരെ പ്രസിദ്ധരായിട്ടുള്ള അക്കാദമീഷ്യന്മാർ അവർ പറയുന്നത് യോഗി ഒരു കാരണവശാലും പ്രധാനമന്ത്രി ആകില്ല, കാരണം RSSന് യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ താല്പര്യമില്ല എന്നാണ്. അത് പറയുന്നത് വാൾട്ടർ ആൻഡർസൺ ആണ്. അദ്ദേഹം ഏകദേശം ഒരു 5 പതിറ്റാണ്ടുകളായി RSSനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമേരിക്കൻ സ്കോളറാണ് ഈ വാൾട്ടർ ആൻഡർസൺ. നിരവധി RSSനെ കുറിച്ചൊക്കെ നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് RSSന് താല്പര്യം യോഗിയോടല്ല, പകരം ഗഡ്കരി അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഫഡ്നവീസ് തുടങ്ങിയ ആളുകളായിരിക്കും മോഡിക്ക് ശേഷം വരിക എന്നാണ്. അല്ല, പിന്നെ നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതിനുള്ള കാരണം നമ്മൾ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുമല്ലോ. നമ്മളിപ്പം നമുക്കറിയാം LK അഡ്വാനി ആയിരിക്കും എന്ന പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ള തോന്നലായിരുന്നു എപ്പോൾ മോഡിയാണ് തിരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അല്ലേ? അങ്ങനെ 2014 അങ്ങനെ. അതിനു മുമ്പ് അഡ്വാനിക്കൊരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് മോഡി ദീർഘകാലം ഇരുന്നു, ശരിയാണ്, ആ അർത്ഥത്തിലുള്ള ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഭരണപരിചയമുള്ള ആളായിരുന്നു ലാൽകൃഷ്ണ അഡ്വാനി എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്നാണ് ആ തീരുമാനം. എങ്ങനെ മോഡി BJPയുടെ ഒരു മുഖമായി മാറിക്കഴിഞ്ഞിരുന്നു, സത്യമാണ്, ഇതെല്ലാം ശരിയാണ്. എങ്കിൽ പോലും വളരെ പെട്ടെന്നാണ് മോഡിയാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരകനെന്നും മോഡിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിൽ നേടിയത് 2014 പിന്നെ RSS നേതൃത്വം പ്രഖ്യാപിക്കുകയും BJP അത് അംഗീകരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹം പിന്നെ എതിരാളികളില്ലാതായ അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പം യഥാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മോഡിയോടൊപ്പം അമിത്ഷായും ഉണ്ട്. ഒരു ദ്വന്ദ്വമായിട്ടാണ് അവർ ഭരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. മോഡിയും അമിത്ഷായും അങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഒരു താരതമ്യേന പ്രായം പറയുമ്പം പിന്നെ യോഗിക്ക് ആണെങ്കിലും അത്രേ ആയിട്ടുള്ളൂ, 52 വയസ്സ്. ഇദ്ദേഹത്തിനാണെങ്കിലും പിന്നെ അമിത്ഷായ്ക്കാണെങ്കിലും 57 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ മോഡിക്ക് ശേഷമുള്ള ഒരു കൃത്യമായൊരു നിരയുണ്ട്. പിന്നെ ഗഡ്കരി RSSന് പൊതുവെ സമ്മതനായ ഒരു RSSകാരനാണ്. RSSന്റെ ഏറ്റവും അടുത്ത കക്ഷി എന്ന് പറയുന്നത് അദ്ദേഹം നാഗപ്പൂരിൽ നിന്നുള്ള ആളാണ് എന്നുള്ളത് മാത്രമല്ല, RSSന്റെ ഏറ്റവും മുഖം എന്ന് പറയുന്നത്, RSSന്റെ മുഖം BJPയിൽ കൃത്യമായിട്ടുള്ളത് ഗഡ്കരിയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് അല്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട്, RSSന്റെ ശക്തമായ പിന്തുണ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തെ അതേ വകുപ്പിൽ തന്നെ തുടർന്ന് ഇതിനെത്തി ഭരിക്കാൻ മോഡി നിർബന്ധിതനാകുന്നതിന് പിന്നിൽ RSSന്റെ ശക്തമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ 2024 കൃത്യമായ RSS ക്യാമ്പയിനിങ്ങിന് ഇറങ്ങിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വാദങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് UP അടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായത്. മോദിക്ക് പോലും രാഹുലിന്റെ അത്ര ഭൂരിപക്ഷം കിട്ടി. അല്ല, അതെ, അത് തന്നെ. മോഡിക്ക് രാഹുലിന്റെ അത്ര ഭൂരിപക്ഷം എന്നല്ല, മോഡി പ്രതീക്ഷിച്ചതിൽ എത്രയോ കുറഞ്ഞ ഭൂരിപക്ഷം. 100% സുരക്ഷിതമായ സീറ്റ് എന്ന നിലയിൽ ഒരു പ്രധാനമന്ത്രി മത്സരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തല്ല. ഇപ്പം നരസിംഹറാവു ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഐകകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഈ വാൾട്ടർ ആൻഡർസൺ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, RSSന് കുറച്ചും കൂടി താല്പര്യം മോഡറേറ്റ് വാദികളെയാണ്, കുറച്ചും കൂടി മിതത്വമായിട്ട് അവർക്ക് ഇന്ത്യക്കാരെ എല്ലാവരെയും ഇന്ത്യക്കാരായി കരുതുന്നു എന്നുള്ളൊരു ഹിന്ദുത്വത്തിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാട് ഭരണരംഗത്ത് ഉണ്ടാകുക എന്നതിനേക്കാൾ സൗമ്യമായൊരു മുഖമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ അടൽ ബിഹാരി വാജ്പേയി ഒക്കെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്വീകാര്യത നേടിയത് എന്ന ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് തീവ്ര ഹിന്ദുത്വമാകാം,
തെരഞ്ഞെടുപ്പ് വിജയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും തീവ്ര ഹിന്ദുത്വമാകും. പക്ഷേ നയിക്കുമ്പോൾ അതിന് ആ മുഖം അല്പം സൗമ്യമായിരിക്കണം എന്ന ഒരു ചിന്താഗതി RSS നേതൃത്വത്തിനുണ്ട്. കാരണം പ്രത്യേകിച്ച് RSS ആണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം വ്യാപകമായിട്ടുണ്ടല്ലോ. RSSന്റെ നിയന്ത്രണത്തിലാണ് എന്നൊരു അഭിപ്രായം വ്യാപകമായിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിൽ RSS പലപ്പോഴും RSS ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ സജീവമായി തെരഞ്ഞെടുപ്പുകളിൽ അവർ പങ്കെടുക്കാറ്. സജീവമായിട്ട് എപ്പോഴും അവരുടെ ഒരു ധാര ഉണ്ടാവും ആരെ പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടുകളെയും RSS പിന്തുണച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് അനുകൂലമായ തീരുമാനങ്ങൾ RSS എടുത്ത തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും, ഹിന്ദുത്വം എന്ന നിലയിൽ അവർക്ക് ഒരു ആശയമുണ്ടെങ്കിൽ പോലും, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭരണത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ കുഴപ്പമുണ്ടാകുന്നതിലേക്ക് RSS ഉടനെ അങ്ങ് നീങ്ങത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം RSSന് 100ാം വാർഷികം, അതനുസരിച്ച് അവർക്ക് ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ഭരണകൂടം ശക്തമായിരിക്കണമെന്നും ഇപ്പോൾ തന്നെ ഈ ഒറ്റയ്ക്കല്ല BJP ഭരിക്കുന്നത് എന്തുകൊണ്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള പറച്ചിലുള്ളത് കൊണ്ടും ഭരണത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒരു നിലപാടും RSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്നുള്ള സത്യമാണ്. പിന്നെ അതൊരു വസ്തുത തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് 2021 സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞത് എന്താണ്? ഹിന്ദുക്കളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെയും DNA ഒന്നാണ്, ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നാണ്, എല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് നമ്മൾ 2020 ശേഷമൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മൃദു ഹിന്ദുത്വ സ്വഭാവം RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പള്ളി പൊളിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് സർസംഘചാലകിന്റെ നിലപാട് എന്ന് പറയുന്നത്. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരാളും ഹിന്ദു ലീഡർ ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഈ എന്താ പറയുക, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. നേരത്തെയും അങ്ങനെ RSS നിലപാട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും RSS നിലപാട് അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. അതൊരു പുതിയ കാര്യമല്ലല്ലോ RSS അങ്ങനെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ അതേ അവസരത്തിൽ തന്നെ അവർ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് RSS തയ്യാറായിട്ടുമില്ല. അപ്പോൾ അത് മോഹൻ ഭഗവത് പറഞ്ഞതിരിക്കട്ടെ. അത് അദ്ദേഹം പിന്നീട് ആ പ്രസ്താവനയെ കൂടുതൽ ആഴത്തിലേക്ക് വിശകലനം ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അതല്ല അതിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല. ഇവിടെ പ്രശ്നം ഇതാണ്, എപ്പോഴും RSSന് സമ്മതനായിരിക്കുന്നയാളും RSSന് പൂർണ്ണമായും ഒരു പരിധിവരെ RSS കോർ എന്ന് പറയുന്ന ഒരാളും ആയിരിക്കണം എന്ന അഭിപ്രായം ഓർക്കുന്നു. ആ അർത്ഥത്തിൽ പിന്നെ കൂടുതൽ സ്വീകാര്യരെന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തെക്കാൾ ഉപരി അറിയാം, നമ്മുടെ യോഗി ആദിത്യനാഥിനേക്കാൾ ഉപരി മറ്റൊരാളിനെ, ഒരു കുറച്ചുകൂടി ചെറുപ്പമുള്ള വേറൊരാളിനെ, പിന്നെ അമിത്ഷാ, ഇങ്ങനെ ഉണ്ടല്ലോ നേതാക്കൾ. അമിത്ഷാ ഉണ്ട്, ഫഡ്നവിസ് ഉണ്ട്, ഇവർ 3 പേരും, ഇപ്പോൾ ഗഡ്കരി ഉണ്ട്. ഇവർ 3 പേരെയും മുഖ്യമായും പരിഗണനയിൽ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിൽ അതിശയിക്കാനില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഈ ജനകീയനായ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ മുഖമായി മാറിയിരിക്കുന്ന യോഗി ആദിത്യനാഥിനെ എത്രത്തോളം മാറ്റി നിർത്താൻ കഴിയും, അത് BJPയെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് അതിനുശേഷം അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു RSSന്റെ നേതൃത്വത്തിന്റെ ചിന്തയിൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും RSSനെ പതിറ്റാണ്ടുകളായിട്ട് പഠിച്ച ഈ വാൾട്ടർ ആൻഡർസൺ പറയുന്നത് യോഗി ആയിരിക്കില്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം RSSനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ശരിയാണ്, അദ്ദേഹത്തിന്റെ നിരീക്ഷണം. അദ്ദേഹം ഒരു ഗവേഷകനാണല്ലോ. അദ്ദേഹം RSSനെ പറ്റി വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ടല്ലോ. ശരിയാകാം. പക്ഷേ അത് ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വരട്ടെ എന്ന് മാത്രമേ. 2029 ഒരുപാട് സമയമുണ്ട്. ഇതിനിടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. മോഡിയുടെ 75ാം വയസ്സ് കഴിഞ്ഞാൽ മോഡി മാറിയേക്കുമോ എന്നൊരു ചിന്തയുണ്ട്. മാറണമെന്നില്ല, ഒരിക്കലും അങ്ങനെ അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായം ശക്തമായി ഉയരത്തുമില്ല. പക്ഷേ അങ്ങനെയുള്ള സംസാരവും പല ഭാഗത്തു നിന്ന് രൂപപ്പെട്ട് തുടങ്ങുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും 29 വരെ മോഡി മാറില്ല, ജനങ്ങൾ അതിന് താല്പര്യപ്പെടുന്നുമില്ല.